നട്ടെല്ലുറപ്പുണ്ടാവണമെന്ന് ലീഗിനോട് ഈ രാഷ്ട്രീയ കേരളം മൊത്തം പറഞ്ഞ പകലുകളാണ് കടന്നു പോകുന്നത്. ഒരു ഉറപ്പ് വേണ്ടേ? ഒരു നിലപാട് വേണ്ടേ? എന്തിനാണ് ഇത്ര വലിയ വിധേയത്വം ലീഗിന്? ഒരു മുന്നണി മര്യാദയാണ്, മുന്നണി സംവിധാനമാണ്, അച്ചടക്കം മുന്നണിയിൽ പാലിക്കണം. എത്ര വർഷങ്ങളായി നിങ്ങൾ ഇങ്ങനെ കടന്ന് നരകിക്കുന്നു എന്നുള്ളതാണ്. ലീഗ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇവിടുത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ, അതിന്റെ ബേസിനെ, ഇവിടുത്തെ കുട്ടികൾ മോശമായി പഠിക്കുന്നതിലേക്ക് നയിക്കുന്നതിനെ ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ച പിണറായിയെ താഴെയിറക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് പറഞ്ഞ ലീഗിന്റെ നേതാവ് KM ഷാജി, ഇവരെല്ലാവരും ഇപ്പോൾ സൈലന്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് വലിയ രീതിയിൽ ഇത് ഞങ്ങൾ പെട്ടുപോയതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇത് നേടിയെടുക്കാതെ, ഫണ്ട് നേടിയെടുക്കണമെങ്കിൽ ഒപ്പിട്ടതിൽ നിന്ന് മുന്നോട്ട് പോകാതെ കഴിയില്ല എന്ന് മാധ്യമങ്ങൾ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് മറ്റു ഫണ്ടുകളിലേക്ക് വേണ്ടിയല്ലേ അന്ന് അവിടെ ഒപ്പിട്ടത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ VD സതീശന്റെ മുഖം മാറുന്നു, കോലം മാറുന്നു, ബോഡി ലാംഗ്വേജ് മാറുന്നു. മറ്റാരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ എന്ന് പറയുന്നു. UDFന്റെ നിലപാട് എന്താണ്? PM ശ്രീയിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ എന്താണ് അതിന്റെ ഒരു നിലപാട് എന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പോലും ഇല്ലാതെ മലയാളിയുടെ മനസാക്ഷിയെ, മലയാളിയുടെ അഭിമാനത്തെ ഏത് ഫണ്ടിന്റെ മുന്നിലും പണയം വെക്കരുതെന്ന് പറഞ്ഞ VD സതീശൻ അറബിക്കടലിലേക്ക് PM ശ്രീ ഒപ്പുവെച്ച പേപ്പർ നിങ്ങൾക്ക് ഞങ്ങൾ എറിയുന്നത് കാണാമെന്ന് പറഞ്ഞ KM ഷാജി, അങ്ങനെ എത്ര നിലപാടില്ലായ്മയുടെ പര്യായ പദങ്ങളായി മാറുകയാണ് UDFും ലീഗും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ലീഗിനെ ഇത്രമേൽ ഇന്ന് കടന്നാക്രമിക്കുന്നത് രാഷ്ട്രീയ കേരളം? CPM-ഉം പിണറായി വിജയനും PM ശ്രീയായി മുന്നോട്ട് പോകുമ്പോൾ നിലപാടിന്റെ ആൾ രൂപമായി നിന്ന ബിനോയ് വിശ്വവും CPI മന്ത്രിമാരും CPI-യും കാണിച്ച ആർജവത്തിന്റെ ഒരു നിഴല് പോലും ആകാൻ ലീഗ് എന്ന പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടേ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മതപരമായ നിലപാടുകൾ, അവരുടെ രാഷ്ട്രീയപരമായ നിലപാടുകൾ, അവരുടെ ജനപ്രതിനിധികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന മണ്ണിന്റെ സംസ്കാരം, ഇതൊന്നും ഹോൾഡ് ചെയ്യാതെ ലീഗ് ഇന്നൊരു നിലപാട് പറയാതെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുന്നത് പോലെ UDFിൽ തുടരുന്നതിന്റെ നേർചിത്രങ്ങളാണ് ഇന്ന് കണ്ടുപോകുന്നത് മുഴുവനും. 30 ദിവസം കൊണ്ട് നിലപാട് മാറ്റൽ ഒരു മോഡിഫിക്കേഷനിൽ ഉണ്ടായ നിലപാട് മാറ്റമോ അല്ലെങ്കിൽ സൗജന്യ യാത്ര നൽകുമ്പോൾ അത് ഓർഡിനറിയിലേക്ക് മാത്രമാക്കി എന്നുള്ളതോ അല്ല. എന്താണോ പറഞ്ഞത് അത് എത്ര ചെറുതോ വലുതോ ഏത് തീരുമാനങ്ങളുമാകട്ടെ, അതിൽ നിന്ന് സതീശൻ സർക്കാർ പിന്നോട്ട് പോയി എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി PM ശ്രീയും മാറുന്നു എന്നുള്ളതാണ്. ഈ നാടിനെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വിഷയത്തിൽ പോലും നിലപാട് മാറ്റത്തിന്റെ ആൾ രൂപമായി സതീശനും കൂടെ കുടപിടിച്ച് മുസ്ലിം ലീഗും.